നമസ്കാരം. ഡി ഫോക്കസിലേക്ക് സ്വാഗതം. ജിഷ്ണു പ്രണോയ് പഠിച്ച നെഹ്റു കോളേജ് മാനേജ്മെന്റിന് കീഴിലുള്ള PK ദാസ് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കെത്തിയ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വിദഗ്ധ സംഘത്തെ ഗൂണ്ടകൾ കയ്യേറ്റം ചെയ്തുവെന്ന് റിപ്പോർട്ട്. ക്യാമ്പസിൽ 4 ഇടത്താണ് പരിശോധക സംഘത്തെ ഗൂണ്ടകൾ തടഞ്ഞുവെച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മെഡിക്കൽ കൗൺസിൽ എത്തിക്സ് കമ്മിറ്റിക്ക് കത്തയച്ചു. റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വൺ പുറത്തുവിട്ടു. കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് മെഡിക്കൽ കൗൺസിൽ നിയോഗിച്ച പരിശോധക സംഘം വാണിയംകുളത്തെ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പരിശോധനയ്ക്ക് എത്തിയത്. കൊൽക്കത്തയിലെ നീൽരത്തൻ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നീന ദാസിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം. പരിശോധനയ്ക്കായി കോളേജിലെത്തിയ തങ്ങളെ 4 ഇടങ്ങളിൽ ഗുണ്ടകൾ തടഞ്ഞുവെന്ന് സംഘം മെഡിക്കൽ കൗൺസിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പരിശോധനയുടെ ഭാഗമായി പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തിയ തങ്ങളെ പരിശോധനയ്ക്ക് അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഗുണ്ടകൾ തടഞ്ഞു. അടുത്ത ദിവസങ്ങൾ അവധി ദിനങ്ങളായതാണ് അവർ കാരണമായി പറഞ്ഞത്. ഇത് ഗൗനിക്കാതായതോടെ തെറിവിളിയും ആക്രോശവുമായി. പരിശോധന നടത്താൻ അനുവദിക്കരുതെന്ന് അവർ പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടു. പരിശോധന നടത്താൻ കഴിയില്ലെങ്കിൽ അത് എഴുതി നൽകണമെന്ന് പരിശോധക സംഘവും പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ പുറത്തുപോകാൻ അനുമതി തേടി. മടങ്ങിയെത്തിയ പ്രിൻസിപ്പൽ പരിശോധക സംഘം വൈകിയാണ് കോളേജിൽ എത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി പരിശോധന നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ പരിശോധക സംഘം രാവിലെ 9:45 കോളേജിലെത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പരിശോധന ആരംഭിച്ചപ്പോൾ തന്നെ ഗുണ്ടകൾ കൂടെയുണ്ടായിരുന്നു. ഡോക്ടർ തുളസി എന്ന അസിസ്റ്റന്റ് പ്രൊഫസറുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഗുണ്ടകൾ തടസ്സവാദം ഉന്നയിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായ അവരുടെ തസ്തിക അസോസിയേറ്റ് പ്രൊഫസർ എന്ന് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ബഹളം തുടങ്ങി. തെറിവിളി മൂത്തപ്പോൾ ഗുണ്ടകളോട് മാപ്പപേക്ഷിച്ച് പരിശോധന തുടരാൻ ശ്രമിക്കുകയായിരുന്നു പരിശോധക സംഘം. പിന്നീട് ഇവരെ കയ്യേറ്റം ചെയ്യാനാണ് ഗുണ്ടകൾ ശ്രമിച്ചത്. സംഘാംഗങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഗുണ്ടകൾ പിടിച്ചുവാങ്ങി. രേഖകൾ പ്രിന്റ് എടുക്കാൻ പോലും അനുവദിച്ചില്ല. റിപ്പോർട്ടിന്റെ കോപ്പി മാനേജ്മെന്റിന് നൽകാതെ പുറത്തു പോകാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കി. രാത്രി 10 മണിയോടെയാണ് പരിശോധക സംഘത്തിന് കോളേജ് വിട്ടുപോകാനായത്. പരിശോധക സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മെഡിക്കൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എത്തിക്സ് കമ്മിറ്റിക്ക് കത്ത് നൽകി. എന്നാൽ ഒന്നും നടന്നില്ല. SA അജിംസ്, മീഡിയ വൺ, പാലക്കാട്. ഈ വിഷയം ചർച്ച ചെയ്യുന്നു ഡി ഫോക്കസ്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഡോക്ടർ മോഹനൻ, MCI അംഗം, പ്രവീൺ ലാൽ കുറ്റിച്ചിറ, MCI അംഗമാണ് അദ്ദേഹം, വിജിൻ SFI സംസ്ഥാന സെക്രട്ടറി, MP രാജേഷ് CPIM-ന്റെ MP എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം SFI സംസ്ഥാന സെക്രട്ടറി M വിജിൻ, MCIയുടെ പരിശോധക സംഘത്തിന് ഒരു കോളേജിൽ വന്ന് പരിശോധന നടത്തുമ്പോൾ അവരെ ഗൂണ്ടകളെ ഉപയോഗിച്ച് തടയുക, റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെടുക, അങ്ങനെ ഒരു സ്ഥാപനത്തിന് കേരളത്തിൽ, ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ? ഇതാണ് കൃഷ്ണദാസിന്റെയും സംഘത്തിന്റെയും കോളേജ് എന്ന കാര്യത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നാം ചർച്ച ചെയ്യുകയാണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്ന പ്രതിനിധികൾ ആ കോളേജിൽ ഹോസ്പിറ്റലിൽ പരിശോധന നടത്തുന്ന സമയത്താണ്, അവരുടെ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തുന്ന സമയത്താണ് അതിനെ തടയുന്നത്. ഗുണ്ടകൾ ഉപയോഗിച്ച് തടയുകയാണ്. പണം കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന ധാർഷ്ട്യം, കുറെ ഗുണ്ടകളുടെ സേവനമാണ് കൃഷ്ണദാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കോളേജുകൾ കണ്ടത്. അതുകൊണ്ടാണല്ലോ കൃഷ്ണദാസിന്റെ കോളേജുകൾ ഇടിമുറികളും ഫൈൻ മുറികളും കടന്നു വരുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെയും കണ്ണുനീര് വിറ്റുണ്ടാക്കിയ കാശാണ് കൃഷ്ണദാസിന്റെ കയ്യിലുള്ള കാശ്. ആ കാശ് കൊണ്ടാണ് കൃഷ്ണദാസ് ഈ അഹങ്കാരം കാണിക്കുന്നത്. ഓക്കെ വിജിൻ, ഇത് ഇക്കാര്യത്തിൽ അവരുടെ ഭാഗത്ത് ഗുരുതരമായ അലംഭാവമുണ്ടെന്നും അവർ ഗൂണ്ടാ സ്വഭാവം കാണിക്കുന്നുവെന്നതും ഇതിന് മുൻപ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷേ ഈ എത്തിക്സ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൈമാറുകയാണ്. ഇവിടെ മര്യാദയ്ക്ക് പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല, ഈ കോളേജിൽ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്നില്ലെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്നും ചെയ്യുന്നില്ല എന്നതുകൂടി ഓർക്കണം. ആ നിലയിലുണ്ട് അവരുടെ സ്വാധീനം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ MCIയുടെ അവിടുത്തെ പരിശോധനയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. രോഗികളെ വാടകയ്ക്കെടുക്കുക, ഡോക്ടർമാരെയും ഫാക്കൽറ്റിയും ആ രീതിയിൽ വാടക കൊണ്ടുവരിക, എന്നിട്ട് MCA തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് അംഗീകാരം വഹിക്കുക എന്നുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ ഈ സ്ഥാപനവുമായി, കൃഷ്ണദാസിന്റെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു, PK ദാസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ നിലയിലേക്ക് ആ MCA പ്രതിനിധികളെ പോലും കയ്യൂക്കുകൊണ്ട് തങ്ങളുടെ പണം കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് തടയാമെന്ന നിലപാടിലേക്ക് കൃഷ്ണദാസ് മാറിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഈ കൃഷ്ണദാസിന്റെ ഗുണ്ടായുസത്തിനെതിരായി വരണം, ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം, ഈ അദ്ദേഹത്തിന്റെ ഈ മെഡിക്കൽ കോളേജിനെതിരായിട്ടുള്ള കർശന നടപടി സ്വീകരിക്കണം, അതിന്റെ അംഗീകാരം അത് വേണമെന്നാണ്. VS ജോയി KSU സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ഉണ്ട്. ജോയി, ഇവിടെ MCIയുടെ ഒരു മെഡിക്കൽ പരിശോധക സംഘം കൃഷ്ണദാസിന്റെ PK ദാസ് ആശുപത്രിയിൽ വരികയാണ്. അവിടെ എവിടെയൊക്കെ പരിശോധിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഗൂണ്ടകളാണ്. എന്ത് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു എന്നതിന്റെ പകർപ്പ് കാണിക്കാതെ അവിടെ നിന്ന് വിടില്ല എന്ന് ഭീഷണി മുഴക്കുകയാണ്. ഈ കോളേജിൽ മര്യാദയ്ക്ക് പരിശോധന നടന്നിട്ടില്ല എന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് MCI ഒരു റിപ്പോർട്ട് കൈമാറുന്നു. വർഷം 1 കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല.
ഇപ്പോൾ പി കെ ദാസ് കോളേജിന്റെ കാര്യത്തിൽ ഉണ്ടായ വിമർശനങ്ങൾ നമുക്കറിയാം, അത് ആവർത്തിക്കേണ്ടതില്ല. പക്ഷെ നടപടി എടുക്കേണ്ട കേന്ദ്രങ്ങളും അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന അപകടാവസ്ഥയല്ലേ ഇതിൽ ഏറ്റവും പ്രധാനം? തീർച്ചയായും ഈ കൃഷ്ണദാസ് എന്ന് പറയുന്ന നെഹ്റു ഗ്രൂപ്പിന്റെ മേധാവിയായി പ്രവർത്തിക്കുന്ന വ്യക്തി നടത്തുന്ന നിയമലംഘനങ്ങളുടെ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഒരുപാട് വാർത്തകൾക്ക് ഒരുപാട് കാലമായി ഇങ്ങനെ പുറകെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഈ മാനേജ്മെന്റിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല. ഒരു വിദ്യാർത്ഥി അവിടെ മരണപ്പെട്ടു. ആ വിദ്യാർത്ഥി അവിടെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് AICTE ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പൊ അവരുടെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം പുറത്തു വരികയാണ്. പൂർണ്ണമായും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് മൂക്കുകയറിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു ഭരണകൂടം നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ഇവിടെ ജിഷ്ണു പ്രാണോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൃഷ്ണദാസിനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം എടുക്കാൻ പുഷ്പം പോലെ മുൻകൂർ ജാമ്യം എടുത്ത് പുറത്തു വരാനുള്ള അവസരം സർക്കാർ വക്കീൽ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് കൃഷ്ണദാസ് അല്ലാത്ത നിരവധിയായ പ്രതികളുണ്ട്. ആ ആത്മഹത്യക്ക് ആ കുട്ടിയെ പ്രേരിപ്പിച്ച, ആ കൊലപാതകത്തിന്റെ പിറകിൽ പ്രവർത്തിച്ച നിരവധിയായ അധ്യാപകർ ഉൾപ്പെടെയുള്ള അവിടുത്തെ ക്രിമിനൽ സംഘങ്ങളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഈ സംഭവം നടന്ന അന്ന് മുതൽക്ക് തന്നെ കൃഷ്ണദാസും ഈ ഗവൺമെന്റും തമ്മിലുള്ള ഒത്തുകളി എല്ലാ വിധത്തിലും പുറത്തു വന്നതാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് സ്വാശ്രയ അസോസിയേഷന്റെ പ്രസിഡന്റാണ്, സംസ്ഥാന പ്രസിഡന്റാണ് ഈ കൃഷ്ണദാസ്. ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഉൽപ്പന്നമാണ്. അതാണ് സംസ്ഥാന സർക്കാരിനെതിരെ കൂടി കടുത്ത ഒരു വിമർശനം താങ്കൾ പറഞ്ഞു വെക്കുകയാണ്. SI അജിംസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പാലക്കാട് റിപ്പോർട്ടർ ടെലിഫോൺ ലൈനിലുണ്ട്. അജിംസ്, ഈ കോളേജിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നല്ലോ MCAയുടെ ഈ പരിശോധക സംഘം. ആ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണ്? നിഷാദ്, ഇക്കാര്യത്തിൽ MCA എന്ന സ്ഥാപനത്തിൻ്റെ ഒരു ദൗർബല്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. MCA എന്ന സ്ഥാപനം തന്നെ സ്ക്രാപ്പ് ചെയ്യാൻ, അതില്ലാതാക്കാനുള്ള ഒരു ബില്ല് ഇപ്പോൾ പാർലമെന്റിന്റെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MCA ഇത്രയും ശക്തമായൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മളിന്ന് പുറത്തുവിട്ട ഈ യോഗത്തിൻ്റെ മിനിറ്റ്സിലുണ്ട്. ഇതിൽ ഈ സംഘാംഗങ്ങൾക്ക് കഴിഞ്ഞ ഏപ്രിൽ 21-ാം തീയതി പി കെ ദാസ് മെഡിക്കൽ കോളേജിൽ നേരിട്ട ശാരീരികവും മാനസികവുമായ അവഹേളനവും കയ്യേറ്റ ശ്രമവുമാണ് വളരെ വിശദമായി ഈ മിനിറ്റ്സിൽ കോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ അവർ പറയുന്നത് 4 ഇടങ്ങളിലായി അവർ തടയപ്പെട്ടു. അവരാരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഗുണ്ടാസംഘം അവരെ അവഹേളിച്ചു. പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ അവരെ ഈ ഗുണ്ടാസംഘം 40ഓളം പേരുണ്ടായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഗുണ്ടാസംഘം അവരെ പിന്തുടർന്നു. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ച് പ്രിൻസിപ്പലിനോട് സംസാരിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ട് ഗുണ്ടാസംഘം പറഞ്ഞു, പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടു ഈ പരിശോധന ഇവിടെ അനുവദിക്കാൻ പാടില്ല, കാരണം അടുത്ത വരുന്ന 2 ദിവസങ്ങൾ അവധി ദിനമായതിനാൽ ഇത്ര അപ്രതീക്ഷിതമായ ഒരു പരിശോധന സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിശോധന തടയാനാണ് അവർ ശ്രമിച്ചത്. പിന്നീട് പ്രിൻസിപ്പൽ മുറിക്ക് പുറത്തു പോകാൻ അനുമതി തേടുകയും പുറത്തുപോയി തിരിച്ചു വന്ന ശേഷം പ്രിൻസിപ്പൽ പറഞ്ഞ ന്യായം ഈ പരിശോധക സംഘം വളരെ വൈകിയാണ് കോളേജിലെത്തിയത്, അതുകൊണ്ട് പരിശോധന അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. പിന്നീട് അവർ പുറത്തു പോവുകയും ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും രജിസ്റ്ററുകൾ പരിശോധിക്കുകയും ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഈ ഗുണ്ടാസംഘം അവരെ പിന്തുടരുകയായിരുന്നു. ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് അവരുടെ ഡെസിഗ്നേഷൻ കോളേജ് രേഖകളിൽ അസോസിയേറ്റ് പ്രൊഫസർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് അത് ചോദ്യം ചെയ്യുമ്പോൾ ഈ ഗുണ്ടാസംഘം ശാരീരികമായി ഈ സംഘത്തെ ആക്രമിക്കുകയും സംഘാംഗങ്ങളുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്തെന്ന് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയും ഗുരുതരമായ ഒരു പെരുമാറ്റം ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ സാഹചര്യത്തിലാണ് അവർ ആ റിപ്പോർട്ട് നൽകിയത്. ഇതുകൂടാതെ ആ കോളേജിൽ നിലനിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സംബന്ധിച്ച മറ്റൊരു റിപ്പോർട്ടും ഈ പരിശോധക സംഘം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ പശ്ചാത്തല സൗകര്യങ്ങളുടെ അഭാവം സംബന്ധിച്ച റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറുകയും ഇവിടെ ഈ അവരുടെ 4ാമത്തെ ബാച്ചിൻ്റെ, അതായത് 2016-17 അക്കാദമിക വർഷത്തിലെ MBBS പ്രവേശനം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കത്തയക്കുകയാണ് ഉണ്ടായത്. ആ കത്ത് സ്വീകരിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആദ്യം ഈ പ്രവേശനം തടഞ്ഞു. പക്ഷേ ഈ കോളേജ് അധികൃതർ പിന്നീട് സുപ്രീം കോടതി നിയോഗിച്ച ഒരു മേൽനോട്ട കമ്മിറ്റിയുണ്ട്, ലോധ കമ്മിറ്റി എന്നറിയപ്പെടുന്ന മേൽനോട്ട കമ്മിറ്റിക്ക് ഹർജി നൽകുകയും ലോധ കമ്മിറ്റിയുടെ അനുമതി പ്രകാരം 2 കോടി രൂപയുടെ ബോണ്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കൈമാറിക്കൊണ്ട് അതുപോലെ മറ്റൊരു സത്യവാങ്മൂലം നൽകിക്കൊണ്ട് സത്യവാങ്മൂലത്തിൽ നിലവിൽ പരിശോധക സംഘം കണ്ടെത്തിയ എല്ലാ കുറവുകളും ഞങ്ങൾ പരിഹരിച്ചു, പശ്ചാത്തല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്ന സത്യവാങ്മൂലമാണ് നൽകിയത്. ഞാൻ അജിംസിലേക്ക് വരാം. ഡോക്ടർ പ്രവീൺ ലാൽ കുറ്റിച്ചിറ, MCI അംഗം, ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പമുണ്ട്. ശ്രീ പ്രവീൺ ലാൽ, MCIക്ക് നേരെ ഉണ്ടായ ഗുരുതരമായ ഇടപെടലുകളാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പരിശോധക സംഘത്തെ തടഞ്ഞു വെക്കുക, റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെടുക, അവരെ മർദ്ദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതിന്മേൽ നടപടി ആവശ്യപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ട് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്?
ഈ തരത്തിൽ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിൽ, സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ദുർബലമാണ് നമ്മുടെ സംവിധാനങ്ങളെന്നാണോ? അതിനോട് ഞാൻ യോജിക്കുന്നു താങ്കൾ പറഞ്ഞ അഭിപ്രായത്തിൽ. ഇതിലെ സംഭവങ്ങൾ, ഞാൻ മെഡിക്കൽ കൗൺസിൽ അംഗമാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് ഈ തീരുമാനം എടുത്തത്. ജനുവരി മാസത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു വർഷത്തിൽ 2 തവണയാണ് MCAയുടെ കൗൺസിൽ യോഗം ചേരുക. കഴിഞ്ഞ നവംബറിലെ യോഗത്തിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്കറിയില്ല. ഈ മാസം 29-ാം തീയതി അടുത്ത കൗൺസിൽ യോഗം വരികയാണ്. ആ യോഗത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമാണ് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ രാവിലെ മീഡിയ വൺ എൻ്റെ അടുത്ത് ഈ വിഷയം ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വിവരങ്ങൾ തിരക്കിയിരുന്നു. എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഈ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധന നടത്തുകയും യോഗ്യതയില്ല എന്ന റിപ്പോർട്ടും പരിശോധനയ്ക്ക് ചെന്ന അസോസിയേഷന്റെ അടുത്ത് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ട് മെഡിക്കൽ കൗൺസിലിന് കിട്ടിയിരുന്നു. മെഡിക്കൽ കൗൺസിൽ യോഗ്യതയില്ലാത്തതിന്റെ പേരിൽ ഈ കോളേജിന്റെ അംഗീകാരം തുടരരുത്, കണ്ടിന്യൂഷൻ ഓഫ് അഡ്മിഷനാണ് നമ്മൾ ഓരോ വർഷം പരിശോധന നടത്തി കൊടുക്കേണ്ടത് 5 വർഷത്തിനകത്ത്. 5 വർഷം തുടർച്ചയായിട്ടായി ചെയ്യേണ്ടതാണ്. അതിൽ ഇതിന് യോഗ്യതയില്ല, അതുകൊണ്ട് അടുത്ത ബാച്ച് അഡ്മിഷൻ നടത്തരുത് എന്ന് പറഞ്ഞാണ് തീരുമാനം. ഇപ്പോഴത്തെ നടപടിക്രമം അനുസരിച്ച് മെഡിക്കൽ കൗൺസില് തീരുമാനമെടുത്തിട്ട് ഈ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും നോട്ടിഫിക്കേഷനുകൾ ആരോഗ്യ വകുപ്പിൻ്റെതായിട്ട് വരികയും ചെയ്യുകയാണ് ഉണ്ടാകുക. സാധാരണഗതിയിൽ മെഡിക്കൽ കൗൺസിലിന്റെ ശുപാർശകള് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയാണ് പതിവ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ മൊത്തം ഏകദേശം 40-ൽ കൂടുതൽ കോളേജുകളുണ്ടെന്നാണ് എൻ്റെ അറിവിൽ. ഇത്തരത്തിലുള്ളതിനെ മറികടന്നുകൊണ്ട് അനുമതി നൽകിയിരുന്നു. ഈ അനുമതി നൽകിയത് കേന്ദ്ര സർക്കാരല്ല, സുപ്രീം കോടതി നേരിട്ട് നിയമിച്ച ഒരു ഓവർസൈറ്റ് കമ്മിറ്റി, ജസ്റ്റിസ് ലോധ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, 3-അംഗ കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് മെഡിക്കൽ കൗൺസിലിന്റെ ശുപാർശകളെ പിന്തള്ളി അതിനെ മറികടന്ന് കോളേജുകൾക്ക് അനുമതി കൊടുത്തു. ആ തരത്തിലുള്ള പരിമിതി അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഇത് കേവലമായ സൗകര്യങ്ങളില്ലായ്മയുടെ മാത്രം പ്രശ്നമല്ലല്ലോ. സർക്കാരിന്റെ ഒരു പരിശോധനാ സംവിധാനത്തെ അട്ടിമറിക്കാൻ ക്രിമിനൽ പ്രവർത്തനം നടത്തുക എന്നൊരു പ്രശ്നം കൂടി അതിലുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണല്ലോ റിപ്പോർട്ട് നൽകുക. അപ്പോൾ കേവല സാങ്കേതിക നടപടികളിൽ മാത്രം കുരുങ്ങിയാൽ പോരല്ലോ. ഇത് കർശനമായ നടപടി വേണ്ട ഒന്നാണ്. സർക്കാരിന്റെ പ്രവർത്തനത്തെ, ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക, സർക്കാരിന്റെ പരിശോധനാ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക പോലുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഇതിലുണ്ട് താനും. അതിനെ ആ നിലയിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് തോന്നിയിട്ടില്ലേ? ഇതിൽ 2 കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും. ഒന്ന്, മെഡിക്കൽ കൗൺസിലിന് ചെയ്യാവുന്നത് കോളേജിന്റെ അംഗീകാരം റദ്ദാക്കുക എന്നുള്ളതാണ് പരമാവധി ചെയ്യാവുന്ന ഒരു കാര്യം. ആ കാര്യത്തിൽ മെഡിക്കൽ കൗൺസിൽ അങ്ങനെ തന്നെയാണ് തീരുമാനമെടുത്തത്. അത് നടപ്പിലായിട്ടില്ല എന്നുള്ളതിന്റെ ഒരു വസ്തുത നിലനിൽക്കുന്നു. രണ്ടാമത്, ഈ സംഭവത്തിൽ, പ്രത്യേക സംഭവങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടന്നത് ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് മെഡിക്കൽ കൗൺസിൽ നീങ്ങിയോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അത് മെഡിക്കൽ കൗൺസിൽ അത്തരത്തിലുള്ള ഒരു പോലീസ് കംപ്ലൈന്റുകളൊന്നും നൽകിയിട്ടില്ല എന്നാണ് എനിക്കുള്ള അറിവ്. ഇന്ന് മെഡിക്കൽ കൗൺസിലിന് കിട്ടിയ അറിവ്. അത് സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാറില്ല പ്രത്യേകിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വരുന്ന 29-ാം തീയതിയിലെ യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകേണ്ടതിനെ പറ്റി കൃത്യമായ ഒരു ചർച്ചകളിലൂടെ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ്. താങ്കൾ ദയവായി തുടരുമോ? വിജിൻ, SFI സംസ്ഥാന സെക്രട്ടറി, തുടരുകയാണ്. വിജിൻ, ഇവിടെ സർക്കാരിന്റെ ഒരു പരിശോധനാ സംവിധാനത്തെ ഗൂണ്ടകളെ ഉപയോഗിച്ച് തടയുകയാണ്. സർക്കാരിന്റെ പരിശോധനാ സംവിധാനത്തിന്റെ ഭാഗമായുണ്ടായിരുന്ന റിപ്പോർട്ട് തിരുത്തണമെന്ന് ബലമായി വാശി പിടിക്കുകയാണ്. ആ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസാണ് അവിടെ നടക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ ഇത്ര ഉന്നതമായ സംവിധാനത്തെ ഭയമില്ലാത്ത ഒരു മാനേജ്മെന്റ്, അവിടുത്തെ കുട്ടികളോട് സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കുമെന്ന് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ജിഷ്ണു പ്രണോയുടെ കേസിലടക്കം ഈ മാനേജ്മെന്റ് ഗൗരവതരമായ കുറ്റത്തിന്റെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നതെന്ന് ഊഹിക്കാൻ കഴിയും വിധം, അല്ലെങ്കിൽ അങ്ങനെ അനുമാനിക്കാൻ കഴിയും വിധമാണ് ഇതിലെ വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നത്. അങ്ങനെയല്ലേ? ഇവിടെ ഈ കൃഷ്ണദാസുമായി ബന്ധപ്പെട്ട് ഈ കൃഷ്ണദാസിന്റെ എഞ്ചിനീയറിംഗ് കോളേജ്, നെഹ്റു ഗ്രൂപ്പിന്റെ കീഴിലുള്ള പാമ്പാടിയിലും ലക്കിടിയിലും ഉൾപ്പെടെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം കേരളം ചർച്ച ചെയ്ത കാര്യമാണ്. ഇടിമുടികളും ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇവിടെ ആ ജിഷ്ണു പ്രണോയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ വലിയ അന്വേഷണം നടക്കുന്നു. കൃഷ്ണദാസിനെ 1-ാം പ്രതിയായി കേരള പോലീസ് അദ്ദേഹത്തെ 1-ാം പ്രതിയായി കേസെടുക്കുന്നു. തുടർന്ന് സഞ്ജിത്ത് ഉൾപ്പെടെയുള്ള പ്രവീൺ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരെയും അതിൽ പ്രതികളായി കൊണ്ടുവരുന്നു.
അവർ അതിനിടയിലാണ് കൃഷ്ണദാസ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യം നേടിയത്. ആ ജാമ്യത്തിനെതിരായി ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പ്രധാനപ്പെട്ട അഭിഭാഷകർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതി ആ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് പോകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഈ പ്രതികളെ പിടിക്കുന്നതിന് ഇന്നലെയാണ് പത്രങ്ങളുടെ വാർത്ത വന്നു. സൽസീവലിനെ പിടിക്കാൻ വേണ്ടി അന്വേഷണ സംഘം തമിഴ്നാട്ടിലെത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ പത്രമാധ്യമങ്ങളുടെ വാർത്ത വന്നു. കൃത്യമായി ഈ കേരളത്തിലെ ഒരു ഗവൺമെന്റ് കൃഷ്ണദാസിനെ പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളുമായി മുന്നോട്ട് പോവുകയാണ്. കൃഷ്ണദാസിന്റെ ഈ തെമ്മാടിത്തരത്തെ ഒരു ഘട്ടത്തിലും അനുവദിക്കില്ല. ആർജവത്തോടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു, കൃഷ്ണദാസിനെ പോലുള്ള ഈ രീതിയിൽ സ്വാശ്രയ ലോബികളെ ഒരു ഘട്ടത്തിലും അഴിഞ്ഞാട്ടത്തിന് അനുവദിക്കില്ല. ഞങ്ങൾ എന്ത് തന്നെയായാലും അവർ അറസ്റ്റ് ചെയ്യും. കുടുംബം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകണം. സുപ്രീം കോടതിയിൽ പോകാമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകി. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ഇന്നലെ മനസ്സിലാക്കാൻ സാധിച്ച കപിൽ സിബൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അഭിഭാഷകരുമായി ആ രീതിയിൽ അതിന്റെ ചർച്ച നടക്കുകയാണ്. ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് കൃഷ്ണദാസിനെ പോലെ ഈ MCI പ്രതിനിധികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുമെന്നാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അജിംസ് തുടരുകയാണ്. അജിംസ്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ആദ്യം ചെയ്യാൻ കഴിയുക പ്രവേശന നടപടികൾ തടയുക എന്നതാണല്ലോ. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാങ്കേതിക പരിമിതി MCIയും അതിന്റെ റിപ്പോർട്ട് പരിഗണിക്കുന്ന കേന്ദ്രവും അവർക്കിടയിലുണ്ടോ? അതോ സ്വീകരിക്കാൻ കഴിയുമായിരുന്ന പ്രധാനപ്പെട്ട നടപടികൾ ഇപ്പോഴും പ്രത്യേക സ്വാധീനത്തിലകപ്പെട്ട് ചെയ്യാതിരിക്കുന്നുവെന്ന് നമുക്കിപ്പോൾ തെളിമയോടെ പറയാൻ കഴിയുമോ? നേരത്തെ ഡോക്ടർ ലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ നിഷാദ്, ഇക്കാര്യത്തിൽ ലോധ കമ്മിറ്റി എന്ന ഒരു വഴി മാനേജ്മെന്റുകൾക്ക് മുമ്പിലുണ്ട്. ലോധ കമ്മിറ്റി ഇക്കാര്യത്തിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സംബന്ധിച്ച ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഈ പരിശോധക സംഘം കണ്ടെത്തിയ അഭാവങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന ഒരു സത്യവാങ്മൂലം നൽകുകയും 2 കോടി രൂപയുടെ ഒരു ബാങ്ക് ഗ്യാരണ്ടി മെഡിക്കൽ കൗൺസിലിന് നൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സത്യവാങ്മൂലം ലഭിച്ചതിന് ശേഷം ഇവർ നടത്തിയ പരിശോധനയിൽ, മെഡിക്കൽ കൗൺസിൽ നടത്തിയ പരിശോധനയിൽ വീണ്ടും ഈ പശ്ചാത്തല സൗകര്യങ്ങളുടെ അഭാവം നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കത്ത് നൽകുകയാണ് ചെയ്തത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്. അതായത് ലോധ കമ്മിറ്റി അനുവദിച്ച ഇളവും ആ സമയപരിധിയും കഴിഞ്ഞിട്ടും അവർ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നൽകി. ആ ലെറ്ററിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഈ സമയപരിധിക്കുള്ളിലും ഒരുക്കാത്ത സാഹചര്യത്തിൽ ഇവർ നൽകിയ ബാങ്ക് ഗ്യാരണ്ടി ഈടാക്കണം, മെഡിക്കൽ കൗൺസിൽ ഈടാക്കണമെന്നും അവർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയ കത്തിൽ പറയുന്നു. രണ്ടാമതായി മെഡിക്കൽ കൗൺസിൽ ചെയ്ത കാര്യം മെഡിക്കൽ കൗൺസിലിന്റെ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കത്ത് കൈമാറുകയാണ് ചെയ്തത്. ഈ മെഡിക്കൽ കൗൺസിലിലെ പരിശോധക സംഘത്തോട് മോശമായി പെരുമാറിയ, ശാരീരികമായി ആക്രമിച്ച ആ കോളേജിനെതിരെ നടപടി സ്വീകരിക്കണം, എത്തിക്സ് കമ്മിറ്റി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് അതിൽ ആവശ്യപ്പെടുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയ ശുപാർശ കത്തിൽ പറയുന്നത് ഈ കോളേജിനെ 2 വർഷത്തേക്ക് ഡീബാർ ചെയ്യണം എന്നും പറയുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അക്കാര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനമെടുത്തില്ല. ഏറ്റവും അവസാനം നടന്ന മെഡിക്കൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിലും അതുപോലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുമ്പിലുമാണ് ഈ കേസ് ഇപ്പോൾ നിലവിലുള്ളത്. ഇക്കാര്യത്തിൽ മെഡിക്കൽ കൗൺസിലിന് പറ്റിയ ഒരു അപാകത എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്ന ഒരു കാര്യം, 1 വർഷം മുമ്പ് തന്നെ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ ശാരീരികമായി ആക്രമിക്കപ്പെട്ട ഈ സംഘാംഗങ്ങൾ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കാതെ മടങ്ങി എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ഗുരുതരമായ പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാട്ടേണ്ടുന്ന ഒന്നാണ്. ഡോക്ടർ പ്രവീൺ ലാൽ, ഇവിടെ അജിംസ് ചൂണ്ടിക്കാട്ടിയതുപോലെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് മുൻപിൽ ഈ പരാതി ഇപ്പോഴുണ്ട്. ഒന്ന് എത്തിക്സ് കമ്മിറ്റിയുടെ മുൻപിലും ഒന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുൻപിലും. അതിന്മേൽ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നത് അങ്ങേയറ്റം വിചിത്രമായും അത് ഒപ്പം തന്നെ അപകടകരമായും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതില് ഈ കോളേജിന്റെ അധികൃതർ ഇൻസ്പെക്ഷന് പോകുന്നവരെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ മെഡിക്കൽ കൗൺസിലിന്റെ മുന്നിൽ ഇതിനു മുൻപും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തവണയെങ്കിലും ഞങ്ങൾക്ക് കുറച്ചുപേരെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇതൊക്കെ നടപടി എടുക്കണം എന്നുള്ള ശുപാർശകളോടുകൂടി തന്നെ ഏകകണ്ഠമായി ഇത്തരം നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു പുതിയ ഒന്നായിട്ട് വേണം കാണാൻ. എത്തിക്സ് കമ്മിറ്റിയുടെ മുന്നിലിരിക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട്. എത്തിക്സ് കമ്മിറ്റിക്ക് നടപടികൾ എടുക്കാൻ കഴിയുക മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കെതിരെ മാത്രമാണ്. അതിനർത്ഥം ആ കോളേജിലെ പ്രിൻസിപ്പലോ സൂപ്രണ്ടോ അങ്ങനെയുള്ള അധികാരികൾക്കും എതിരെ മാത്രമാണ് എത്തിക്സ് കമ്മിറ്റിക്ക് നടപടിക്ക് ഒരു ശുപാർശ നൽകാൻ കഴിയുക. അപ്പോൾ അത്ര ഒരു സാങ്കേതിക പരിമിതി ഉള്ളത് കൊണ്ടായിരിക്കണം സ്വാഭാവികമായും അവിടെ നിന്ന് ആക്ഷൻ ഉണ്ടാവാത്തതെന്നാണ് താങ്കൾ പറയുന്നത്. ആയിരിക്കാം എന്ന് ഞാൻ പറയുള്ളൂ, ആണ് എന്ന് പറയുന്നില്ല. ഇത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇനി അങ്ങനെ കരുതിയാൽ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപിലുള്ള റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാവുന്നില്ല എന്നതുകൂടി കാണേണ്ടതില്ലേ? അപ്പൊ സ്വാഭാവികമായ ഒരു സ്വാധീനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ആരോപിക്കാം.
ഉണ്ടാകാം. അതിപ്പോ മെഡിക്കൽ കൗൺസിലിലും ഇത്രയും കാലതാമസം വന്നതിലും അതിന്റെ പുറകിലൊക്കെ ഉണ്ടായേക്കാം, അതെനിക്കറിയില്ല. പക്ഷെ ഇതിലുള്ളത് ഇതിന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പൂർണ്ണതയിലെത്തുന്ന നടപടിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം മെഡിക്കൽ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ ചിട്ടപ്പെടുത്തലുകളിൽ അടുത്ത കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിഗണനയിൽ ഉണ്ടാകുമെന്നും എത്തുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് PK ദാസ് ഹോസ്പിറ്റലിൽ MCIയുടെ പരിശോധക സംഘത്തെ തടഞ്ഞു വെച്ചുവെന്നും നടപടി വേണമെന്ന ശുപാർശ എത്തിക്സ് കമ്മിറ്റിയിൽ ഒരു നടപടിയുമാകാതെ കിടക്കുന്നു എന്നതുമാണ് ഇന്നത്തെ ഡീഫോക്കസിന്റെ വിഷയം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇവർക്കെതിരെ ഡീബാറിംഗ് അടക്കമുള്ള നടപടികൾ വേണമെന്ന ആവശ്യത്തെ ഗൗനിക്കുന്നില്ല എന്നതും പ്രധാനപ്പെട്ട വിവരമായി ഇതോടൊപ്പം ചേർക്കാനുണ്ട്. എസ് അജിംസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പാലക്കാട് റിപ്പോർട്ടർ തുടരുന്നു. അജിംസ്, ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായും അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതേതെങ്കിലും ഒരു പരിഗണനാ കാലയളവിലൂടെ കടന്നു പോവുകയായിരിക്കില്ല എന്ന് തന്നെയാണല്ലോ നമുക്ക് സ്വാഭാവികമായും അനുമാനിക്കാൻ കഴിയുക. ഇത് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണോ ഇപ്പോൾ നമുക്ക് ഏതാണ്ട് തീർത്തു പറയാൻ കഴിയുക? നിഷാദ്, ഡോക്ടർ പ്രവീൺ ലാൽ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മെഡിക്കൽ കൗൺസിലിലെ പരിശോധക സംഘത്തിനെതിരെ ശാരീരികമായ ആക്രമണങ്ങളും തെറിവിളികളും ആക്രോശങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക ക്രമസമാധാന നിലയിൽ താരതമ്യേന പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും. നാം ഇവിടെ ഈ വസ്തുത പരിശോധിക്കേണ്ടത് ഇത് കേരളമാണ് എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നിട്ടാണ്. കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഇതുവരെയുള്ള നമ്മുടെ തൊഴിൽ പരിചയത്തിൽ എവിടെയും കേട്ടിട്ടില്ല നിഷാദ്. ഈ ഒരു സംഭവം ഒരു ക്രമസമാധാന നില വളരെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടാവുക എന്നാൽ അത് കേരളത്തെ സംബന്ധിച്ച് ഒരു അപൂർവതയാണ്. ഇത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എന്നാണ് നമ്മളോട് MP രാജേഷ് MP പറഞ്ഞത്. കാരണം അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. ഒന്ന്. രണ്ട്, എങ്ങനെയാണ് സാധാരണ രീതിയിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോലും ഇത്തരത്തിലുള്ള അപര്യാപ്തതകളുണ്ട്. ഈ പരിശോധക സംഘം വരുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകൾ പോലും ഇവരെ വളരെ നന്നായി ട്രീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു നല്ല റിപ്പോർട്ട് നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഈ അർത്ഥത്തിൽ ഇത്രയും ധാർഷ്ട്യത്തോടെ ഈ മെഡിക്കൽ പരിശോധക സംഘത്തോട് പെരുമാറിയതെന്ന് നാം പരിശോധിക്കുമ്പോൾ അവർക്ക് സംസ്ഥാന സർക്കാരിൽ എന്തോ അർത്ഥത്തിലുള്ള സ്വാധീനം ഉണ്ടാകാം എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. കാരണം മന്ത്രി AK ബാലൻ്റെ ഭാര്യ ഡോക്ടർ ജമീല ബാലൻ അവിടെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ. അന്ന് അദ്ദേഹം മന്ത്രി അല്ലെങ്കിലും അദ്ദേഹം MLA ആണ്. ഈ സംഭവം നടക്കുമ്പോൾ അതിനുശേഷം ഈ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം ഡോക്ടർ ജമീല ബാലനോട് നമ്മൾ ഇക്കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അങ്ങനെ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ദൃക്സാക്ഷിയായിരുന്നില്ല. അവിടെ എന്തൊക്കെയോ കശപിശ ഉണ്ടായതായി ഞാൻ അറിഞ്ഞു. ഈ അടുത്ത കാലത്ത് ജിഷ്ണു പ്രണോയിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടുത്തെ ജോലി അവസാനിപ്പിച്ചു എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഈ അർത്ഥത്തിൽ പാലക്കാട് CPM ജില്ലാ കമ്മിറ്റിയിലും ഈ അർത്ഥത്തിൽ ഈ ജമീല ബാലൻ ഇവിടെ ജോലിയിൽ തുടരുന്നതിനിടെ വിമർശനമുണ്ടായിരുന്നു. സാധ്യത കൂടി അവിടെ വരുന്നുണ്ട്. അവസാനമായി SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ നമ്മോടൊപ്പം ഉണ്ട്. വിജിൻ, ഇങ്ങനെ ഒരു പരിശോധക സംഘത്തോട്, സർക്കാരിൻ്റെ വളരെ നിർണായകമായ പരിശോധനയ്ക്ക് വരുന്ന ഒരു ഔദ്യോഗിക സംഘത്തോട് ഗൂണ്ടാ സ്റ്റൈലിൽ പെരുമാറണമെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ മാനേജ്മെൻറ്റിന് വല്ലാത്ത ഒരു ആത്മവിശ്വാസം ഭരണതലത്തിലുള്ള സ്വാധീനത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കണം. അത് സംസ്ഥാനത്തും കേന്ദ്രത്തിലും അടക്കം. ഇപ്പോൾ അവിടെ PK നമുക്കറിയാം, കൃഷ്ണദാസ് തന്നെ പലപ്പോഴും ഇടതുപക്ഷ മുന്നണിയുടെ പ്രധാനികളായ ആളുകളുമായി പോലുമുള്ള ബന്ധം പലരോടായി പറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ കേട്ടിരുന്നു. ആ നിലയിലുള്ള സർക്കാരുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ആത്മവിശ്വാസം കൊണ്ടാണോ ഇങ്ങനെ ഗൂണ്ടായിസം സർക്കാർ സംവിധാനത്തോട് പോലും കാണിക്കാൻ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവുന്നത്? ഇവിടെ ഒരു ഘട്ടത്തിലും കേരളത്തിൽ ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃഷ്ണദാസിനെ പോലെ ഒരു ലോബിക്ക് ഒരു സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ കൃഷ്ണദാസ് ആരാ? കൃഷ്ണദാസ് KSUവിന്റെ മുൻ നേതാവാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. അവിടുത്തെ കൃഷ്ണദാസിനെ സഹായിച്ച സഞ്ജിത്ത് ആരാണ്? മുൻ കോൺഗ്രസ് മന്ത്രിയുടെ മകനാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നു. പിന്നെ MCI പോലുള്ള ഒരു ബോഡിയെ തടയണമെങ്കിൽ ആരുടെ പിടുത്തമായിരിക്കണം? അതാണ് മറ്റൊന്ന് പരിശോധിക്കേണ്ടത്. എവിടെയാ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളെ തടയേണ്ട ധൈര്യം എപ്പോഴാണ് ലഭിക്കുന്നത്? ആരുടെ പിന്തുണ ലഭിക്കുമ്പോഴാണ്? ഇതാണ് ഞങ്ങൾ മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള ശക്തമായ പിന്തുണ കൃഷ്ണദാസിനെ പോലെ ഈ ലോബി കിട്ടുന്നുണ്ട്. ആ യുക്തി അവിടെ പ്രയോഗിക്കണമെന്നാണ് വിജിൻ ചൂണ്ടിക്കാണുന്നത്. വിജിൻ, സമയപരിമിതി ഉണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പിന്തുണയുടെ ആത്മവിശ്വാസമില്ലാതെ MCI പോലെ ഒരു സംഘത്തെ തടയാൻ കഴിയില്ല എന്നാണ് വിജിൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാവർക്കും നന്ദി. ഈ ഫോക്കസ് അവസാനിക്കുന്നു. ഇനിയും ഷോ മോൾ കാണാം.